നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ ഒരു ജനപ്രിയ നിക്ഷേപ ഓപ്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ ഇതുവരെയും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് അറിയാത്തവരുമുണ്ട്. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മറ്റാസ്തികൾ എന്നിവ പോലുള്ള വിവിധ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിന് ഒന്നിലധികം നിക്ഷേപകരിൽ നിന്നും പണം ശേഖരിക്കുന്ന പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്ന നിക്ഷേപ ഫണ്ടിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് എന്താണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് മനസ്സിലാവും. ഒരു ഉദാഹരണം നോക്കാം. നമുക്കെല്ലാവർക്കും പച്ചക്കറികൾ കഴിച്ചാൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളൊരു കടയിലേക്ക് പോവുകയാണ് എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങളുടെ കയ്യിൽ പച്ചക്കറികൾ വാങ്ങുന്നതിന് വെറും 100 രൂപ മാത്രമാണുള്ളത് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ പച്ചക്കറി കടയിൽ പോയിട്ട് എല്ലാ പച്ചക്കറികളിൽ നിന്നും ഓരോന്ന് വീതം എനിക്ക് വേണം എന്ന് കടക്കാരനോട് പറയുമ്പോൾ അയാൾ തിരിച്ചു പറയുകയാണ്, ഈ കടയിൽ ഓരോ പച്ചക്കറിയും ഓരോ കിലോ വീതമാണ് വിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ പച്ചക്കറികളും ഓരോ കിലോ വീതം അങ്ങോട്ട് നൽകട്ടെ അല്ലെങ്കിൽ തരട്ടെ എന്ന് കടക്കാരൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏതെങ്കിലും 1-2 പച്ചക്കറി മാത്രം ഓരോ കിലോ വീതം വാങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കൈവശമുള്ള 100 രൂപ വില വരുന്നുണ്ടെങ്കിൽ അതുമാത്രം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്ന് നിങ്ങളത് കഴിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെയല്ലേ? ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? നിങ്ങൾക്കറിയാം, എല്ലാ പച്ചക്കറികളും കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് പോഷക ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. എന്നാൽ എല്ലാ പച്ചക്കറികളും ഓരോ കിലോ വീതം വാങ്ങുന്നതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്നാൽ വീട്ടിൽ ഉപയോഗിക്കാൻ ആളില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ പൈസയ്ക്ക് കിട്ടിയ പച്ചക്കറി മാത്രം വാങ്ങി കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെ ഗുണം മാത്രമായിരിക്കും ശരീരത്തിന് ലഭിക്കുന്നത്. ശരിയല്ലേ? ഇത്തരത്തിൽ നിങ്ങൾക്കുള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പച്ചക്കറി മാത്രം സ്ഥിരമായി നിങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു പച്ചക്കറി കടക്കാരൻ ഒരു വാഹനത്തിൽ പച്ചക്കറികൾ വിൽക്കാൻ വരുന്നു. അയാൾ പറയുകയാണ്, നിങ്ങൾ 100 രൂപ കൊടുത്താൽ എല്ലാ പച്ചക്കറികളും അടങ്ങിയ ഒരു കിറ്റ് നിങ്ങൾക്ക് നൽകാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൈവശം 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് എല്ലാ പച്ചക്കറികളും അടങ്ങുന്ന ആ കിറ്റ് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളുടെ പൈസ കൊണ്ട് എല്ലാം വാങ്ങാൻ സാധിക്കുകയും ചെയ്തു. അവ തുല്യ അളവിൽ കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് പോഷക ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന പച്ചക്കറിക്കാരൻ എങ്ങനെയാണ് 100 രൂപയ്ക്ക് എല്ലാ പച്ചക്കറികളും നൽകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാലും ഞാൻ എന്താണ് അതിൻ്റെ ആ ഒരു രീതി എന്ന് പറഞ്ഞു തരാം. എല്ലാ വീട്ടുകാരും 100 രൂപയ്ക്ക് എല്ലാ പച്ചക്കറികളും ചേർന്നുള്ള കിറ്റ് വാങ്ങും എന്ന് ഈ പച്ചക്കറി കൊണ്ടുവന്ന ആളിന് അറിയാം എന്നുള്ളത് കൊണ്ട് പച്ചക്കറി കൊണ്ടുവന്ന ആള് കടയിൽ പോയി എല്ലാ പച്ചക്കറികളും ഓരോ കിലോ വീതമോ അല്ലെങ്കിൽ 2-3 കിലോ വീതം ബൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം അവ മിക്സ് ചെയ്ത് ഓരോരുത്തർക്കും ആവശ്യമുള്ള പച്ചക്കറി ആയിരിക്കും അയാൾ 100 രൂപയ്ക്ക് കൊടുത്തത്. ശരിയല്ലേ? ഇവിടെ നമുക്ക് പച്ചക്കറി കടയിലെ പച്ചക്കറികൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ സർക്കാർ ബോണ്ടുകൾ, സെക്യൂരിറ്റികൾ തുടങ്ങിയവ ആണ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്ക് വിവിധ കമ്പനികളുടെ ഓഹരികളും ബോണ്ടുകളും സെക്യൂരിറ്റികളും ഒക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം ഒരുപക്ഷെ തികഞ്ഞെന്ന് വരില്ല. ഇനി നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് വാങ്ങാൻ ശ്രമിച്ചാലും ഏതെങ്കിലും 1-2 കമ്പനിയുടെ ഷെയറുകളോ അല്ലെങ്കിൽ ബോണ്ടുകളോ ഏതെങ്കിലും മാത്രമായിരിക്കും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. എന്നാൽ നിരവധി ആൾക്കാർ ചേർന്ന് ഒരു വലിയ തുക ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ കഥയിൽ പറഞ്ഞ പോലെ പച്ചക്കറി കിറ്റ് വാഹനത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന ആളെ പോലെ ഒരാൾക്ക് നമ്മുടെ കയ്യിലുള്ള ഓരോരുത്തരുടെയും പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിച്ച വലിയ ഒരു തുക കൊണ്ട് നിരവധി കമ്പനികളുടെ ഷെയറുകളും വിവിധ തരത്തിലുള്ള ബോണ്ടുകളും സെക്യൂരിറ്റീസുകളും എല്ലാം തന്നെ അയാൾ വാങ്ങിയ ശേഷം അവയെ തുല്യമായി ഭാഗിച്ച് ഓരോരുത്തർക്കും കൊടുക്കാനും സാധിക്കും. പൈസ എല്ലാം കളക്ട് ചെയ്ത് ഷെയറുകൾ വാങ്ങി ഓരോരുത്തർക്ക് തുല്യമായിട്ട് അവരവരുടെ വിലയ്ക്കനുസരിച്ച് കൊടുത്ത ആളെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് മാനേജർ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ വിളിക്കാം. ഈ മ്യൂച്വൽ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ ഈ പച്ചക്കറി കച്ചവടക്കാരൻ ഓരോരുത്തർക്കും തുല്യമായി വീതിച്ചു കൊടുത്ത കിറ്റ് വാങ്ങാൻ നമ്മൾ കൊടുക്കുന്ന തുകയാണ് NAV അഥവാ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്.
ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണം ഉപയോഗിച്ച് എല്ലാ കമ്പനികളിലും നിക്ഷേപം നടത്തിയതിൻ്റെ ഗുണം, അതായത് എല്ലാ പച്ചക്കറിയും നമ്മൾ വാങ്ങിയതുപോലെ ഉള്ള ഗുണം നമുക്ക് എല്ലാ കമ്പനികളുടെയും നിക്ഷേപം നടത്തിയതുപോലെയുള്ള ഒരു ഗുണം ലഭിക്കുകയും ചെയ്യും. കമ്പനികളുടെ ലാഭവും നഷ്ടവും അനുസരിച്ച് നമുക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും നമ്മളൊരു കമ്പനിയുടെ ഓഹരി മാത്രം വാങ്ങുകയാണെങ്കിൽ ആ ഓഹരിയിൽ ലാഭമുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ നേട്ടം ഉണ്ടാവുന്നത്. എന്നാൽ പല കമ്പനികളുടെ ചെറിയ അളവിൽ ഷെയറുകൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഏതെങ്കിലും 2-3 കമ്പനികൾ നഷ്ടം നേരിട്ടാലും മറ്റുള്ള കമ്പനികളുടെ നേട്ടത്തിനനുസരിച്ച് ശരാശരി എല്ലാ കമ്പനികളുടെയും ലാഭത്തിനനുസരിച്ച് നമ്മുടെ പണത്തിനും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തന തത്വമെന്ന് പറയുന്നത്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയല്ല ചെയ്യുന്നത്, അനേകം കമ്പനികളുടെ ഓഹരികളുടെ ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ അനേകം കമ്പനികളിൽ പല രീതിയിലുള്ള ഷെയറുകൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ പൊതുവായ പ്രവർത്തന തത്വമെങ്കിലും വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ നിലവിലുണ്ട്. അവ ഓരോന്നും വ്യത്യസ്ത നിക്ഷേപ ലക്ഷ്യങ്ങളും റിസ്ക് കുറയ്ക്കുവാനുള്ള ലെവലുകളും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട 4 മ്യൂച്വൽ ഫണ്ട് തരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇക്വിറ്റി ഫണ്ടുകൾ. ഈ ഫണ്ടുകൾ പ്രാഥമികമായിട്ട് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുകയും ദീർഘകാല വളർച്ചാ സാധ്യതകൾ തേടുന്ന നിക്ഷേപകർക്ക് അനുയോജ്യമായിട്ടുള്ളതുമാണ്. മറ്റൊരു ഫണ്ടാണ് ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഫണ്ടുകൾ ഗവൺമെന്റ് ബോണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ടുകൾ, മറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ തുടങ്ങിയ സ്ഥിര വരുമാന സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നു. ഇവ ഇക്വിറ്റി ഫണ്ടുകളെക്കാൾ, അതായത് കമ്പനികളിലെ ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപകട സാധ്യത കുറഞ്ഞവയായിട്ട് കാണപ്പെടുന്നുണ്ട്. കൂടാതെ സ്ഥിര വരുമാനം തേടുന്ന നിക്ഷേപകർക്കും ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ അനുയോജ്യമാണ്. മറ്റൊരു ഫണ്ടാണ് സമതുലിതമായിട്ടുള്ള ഫണ്ടുകൾ, അതായത് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് വളർച്ചയും വരുമാന സാധ്യതയും വാഗ്ദാനം ചെയ്യുന്ന സ്റ്റോക്കുകളുടെ, ബോണ്ടുകളുടെയും ഒക്കെ മിശ്രിതമായിട്ടുള്ളതാണ്. അതായത് വിവിധ കമ്പനികളിലും അതുപോലെ കടപ്പത്രങ്ങളിലും തുല്യമായിട്ട് നിക്ഷേപിക്കുന്നവയാണ്. മറ്റൊരു ഫണ്ട് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയും. ഈ ഫണ്ടുകളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഇൻഡെക്സ്, അതായത് ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതെങ്കിലും നിഫ്റ്റിയോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഏതെങ്കിലും ഒരു സൂചികയെ ട്രാക്ക് ചെയ്യുകയും അതിൻ്റെ റിട്ടേൺ എങ്ങനെയാണോ വരുന്നത്, അതായത് അതിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മ്യൂച്വൽ ഫണ്ടും പ്രവർത്തിക്കുന്നത്. ഇതും കുറച്ച് റിസ്ക് കുറഞ്ഞ നിക്ഷേപമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാനേജ്മെന്റ് നിക്ഷേപകർക്ക് വേണ്ടി വിവരമുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനാവശ്യമായിട്ടുള്ള അറിവും വൈദഗ്ധ്യവുമുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ഫണ്ട് മാനേജർമാരായിരിക്കും നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൊഫഷണലിസം നമുക്ക് ലഭിക്കും. രണ്ടാമത്തത് വൈവിധ്യവൽക്കരണം എന്ന് പറയാം. അതായത് ഒന്നിലധികം നിക്ഷേപകരിൽ നിന്നും പണം ശേഖരിക്കുന്നതിലൂടെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് വൈവിധ്യവൽക്കരണ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതായത് വിപണിയിൽ മാന്ദ്യമുണ്ടായാൽ നഷ്ടത്തിന്റെ സാധ്യത കുറയ്ക്കാനുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് വ്യത്യസ്ത കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ചില കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന സമയത്തും വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നമ്മുടെ നിക്ഷേപമുള്ളത് കൊണ്ട് നമുക്കൊരു സമതുലിതമായിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും തിരിച്ചു ലഭിക്കുന്നത്. പിന്നെ പ്രവേശനക്ഷമത, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ചെറുതോ വലുതോ ആയ നിക്ഷേപ തുകയാണെങ്കിലും എല്ലാത്തരം നിക്ഷേപങ്ങൾക്കും എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഇത് തുടക്കക്കാർക്ക് ഒരു ജനപ്രിയ നിക്ഷേപ ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ളൊരു പ്രത്യേകതയാണ് ഫ്ലെക്സിബിലിറ്റി. നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ, അതായത്
ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മക്കളുടെ വിവാഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതു സമയത്തും നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിലും അംഗമാകാം, അതായത് നിക്ഷേപം തുടങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തെ തിരിച്ചെടുക്കാനും സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചില മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു രീതി ഉണ്ടാവും. എന്നാൽ ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടിലും അത്തരത്തിലൊരു പ്രശ്നമില്ല. പിന്നെ വരുന്നത്, നമ്മൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞെങ്കിലും ചില സമയങ്ങളിൽ, അതായത് ഷെയർ മാർക്കറ്റിൻ്റെ വില താഴ്ന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണം പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും അധികം, ചിലപ്പോൾ 1-2 ഇരട്ടിയോ അല്ലെങ്കിൽ ഒരു 10-15% മുകളിൽ റിട്ടേണോ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതുമാണ്. ഇനി നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നു, നമ്മൾ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതായത് നിക്ഷേപ ലക്ഷ്യം നമുക്കുണ്ടാവണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ എന്ത് കാര്യത്തിനാണ് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു വീട് വയ്ക്കാനോ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു കാർ എടുക്കാനോ, അല്ലെങ്കിൽ വെറുതെ നമുക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി ഒരു വലിയൊരു പണം സമ്പാദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏതെങ്കിലും നല്ല സ്ഥിരതയാർന്ന അല്ലെങ്കിൽ ഉയർന്ന റിട്ടേൺ ലഭിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഇത്തരത്തിൽ ലക്ഷ്യമുള്ള ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഫണ്ടിൻ്റെ കഴിഞ്ഞകാല ചരിത്രം, അതായത് അതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കണം. അതിനൊരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെയും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫൊക്കെ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വരുന്ന ചെലവുകൾ, അതുപോലെ അതിൻ്റെ മാനേജർക്ക് കൊടുക്കുന്ന ഫീസ്, അത് മാനേജ് ചെയ്യുന്നതിന്, പിന്നെ GST, അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ്, അതായത് പുറത്ത് കടക്കുന്നതിൻ്റെ ചെലവെന്നുള്ള രീതിയിൽ ചെറിയൊരു തുകയും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് ചില ഫണ്ടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ ഫണ്ട്, ഏത് ഫണ്ടാണോ വാങ്ങുന്നത് ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മാനേജറുടെ ഒരു ചരിത്രം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഫണ്ട് മാനേജർക്ക് വളരെ കാലങ്ങൾ കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഫണ്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണോ എന്ന് നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അയാൾ നല്ലൊരു കൈകാര്യം ചെയ്ത ഫണ്ട് മാനേജർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അയാളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മുടെ പണം ചെറിയ പൈസയായിരുന്നാലും വലിയ പൈസയായിരുന്നാലും നിക്ഷേപിച്ച് തുടങ്ങേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാം? വളരെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരേ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിക്ഷേപം നടത്തേണ്ടതെങ്കിൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് നമുക്ക് ഇൻ്റർനെറ്റിലൂടെയോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കത് വാങ്ങാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് ഒരുപാട് മൊബൈൽ ആപ്പുകളുണ്ട്. ഉദാഹരണത്തിന് ഏഞ്ചൽ വൺ, ഗ്രോ, സറോദ, അതുപോലെ അപ്സ്റ്റോക്സ്, മോട്ടില ലോസ്വാൾ, ഇങ്ങനെ നിരവധി പേടിഎം, ഇങ്ങനെയുള്ള നിരവധി മൊബൈൽ ആപ്പുകളുണ്ട്. ഇത് ബ്രോക്കർമാരാണ്. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചിലവുകൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ റെഗുലർ ഫണ്ടുകളുണ്ട്. നമുക്ക് ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ടും ഈ ഫണ്ടുകളിൽ ചേരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫണ്ടിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പല ബ്രോക്കർമാരുടെയും കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. തുടർന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പുകൾ വഴി തന്നെ ഗൂഗിൾ പേയോ അതുപോലെ ഫോൺ പേ പോലെയുള്ള UPI ആപ്പ് വഴി നേരിട്ട് ഇതിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും.
അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അതിനുശേഷം ഓരോ മാസവും അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫണ്ട് നമ്മൾ ഇടുന്ന പണം എത്ര രൂപയാണ് കൂടുന്നത്, അതുപോലെ എത്ര രൂപയാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്, എത്ര ശതമാനമാണ് തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ഇതുവരെ അറിയാത്തവർക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ദീർഘകാല നിക്ഷേപങ്ങളായിരിക്കും കൂടുതലും നല്ലത്. ഓർക്കുക, ഏതെങ്കിലും സേവിംഗ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് പോലെയല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ലാഭമുണ്ടാകുന്നത്. ഓഹരി വിപണിയൊക്കെ അടിസ്ഥാനമാക്കി ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. എന്നിരുന്നാലും നമ്മൾ മൊബൈൽ ആപ്പുകൾ വഴി നമുക്ക് ഇവ ട്രാക്ക് ചെയ്യാനും നമ്മൾ കഴിഞ്ഞ കാല ചരിത്രം വളരെ വ്യക്തമായിട്ട് നോക്കുന്നതിനും അതിൻ്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 വീഡിയോസുകൾ കണ്ടാൽ തന്നെ എങ്ങനെയാണ് കഴിഞ്ഞ കാല ചരിത്രം നോക്കേണ്ടതെന്ന് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം, അതിനുശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടും, എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ പ്രവർത്തന തത്വം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.